ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആഷിക് ഫിറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ പതിപോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലേക്കാനുള്ള പരിപാടിയാണ്. പല്ലൊക്കെ തേച്ച് അങ്ങനെ മുഖവും കഴുകി എല്ലാം മുഖത്തെ സുന്ദരമായ മുഖമൊക്കെ കണ്ട് നല്ല പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ പൊരിഞ്ഞ മഴ. ഞാൻ രാവിലെ ഓടാൻ പോയി, അവിടുന്ന് വീഡിയോ എടുത്ത് പുഷപ്പ് എടുക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച, പക്ഷെ നടന്നില്ല. മഴ കാരണം ഓടാൻ പോയില്ല, ഫോണൊക്കെ നനയൂലേ. അങ്ങനെ ഏതായാലും ഞാൻ വർക്കൗട്ട് വീട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു, ചലഞ്ച് വീട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ സെറ്റ് ഞാൻ വിജയകരമായി പൂർത്തിയാക്കും, കാരണം 10 എടുക്കുന്നുള്ളൂ. അങ്ങനെ ആദ്യത്തെ സെറ്റ് 10 ഞാൻ സൂപ്പറായി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് എടുക്കാം. കാരണം ഇത് കണ്ടിന്യൂസ്ലി ഞാൻ എടുക്കുന്ന കാരണം എനിക്കിപ്പം നല്ല പെയിന് ചെസ്റ്റിനും ട്രൈസിപ്സിനും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെ അടുപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ ഗൈസ്, ഒറ്റയടിക്ക് എന്തായാലും തുടങ്ങാൻ പാടില്ല. ഞാൻ അടുത്ത 10 അടുത്ത സെറ്റും കൂടി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ടോട്ടൽ 20 ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടി ഞാൻ സെറ്റാക്കാം, അതായത് റെസ്റ്റ് എടുക്കുകയാണ്. അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് എനർജി സംരംഭിക്കുകയാണ് ഗൈസ്. വേറൊന്നുമല്ല, ഈ പുഷപ്പ് എടുത്തെടുത്ത് എനിക്കിപ്പോൾ ട്രൈസിപ്സിന്, ചെസ്റ്റിനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ ട്രൈസിപ്സിനാണ് വേദന വരുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഞാനൊരു 10 നെക്കിൾ പുഷപ്പും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ പേര് പറയുന്നുണ്ട് ഞാൻ എടുക്കുന്ന പുഷപ്പ് കറക്റ്റ് അല്ലെന്ന്. ഇപ്പം ഞാൻ എടുക്കുന്ന പുഷപ്പ് കറക്റ്റ് അല്ലെന്ന് പറയുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ എടുക്കുന്നത് ചെസ്റ്റിനും ട്രൈസിപ്സിനും വേണ്ടിയിട്ടുള്ള പുഷപ്പാണ്. ഓക്കെ, ചെസ്റ്റിനും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചെസ്റ്റ് മൂവ് ആവുന്നതും ട്രൈസിപ്സിൻ്റെ അവിടെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ ഏതായാലും അടുത്ത സെറ്റും കൂടി ഇതാക്കിയിട്ടുണ്ട്, അടുത്ത 10 സെറ്റും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളെ ബോഡി കാണിക്കുകയാണ്. നല്ല പെയിൻ ഉള്ള കാരണം ഞാൻ ആ മസിൽസൊക്കെ ഒന്ന് വലിക്കാൻ മീൻസ് ഒന്ന് ഇളക്കി ഷെയ്ക്ക് ചെയ്ത് വിട്ടുകൊടുത്തതാണ് ഗൈസ്. അപ്പം അടുത്ത 10 സെറ്റിനുള്ള ഇതും കൂടി ഒന്ന് സെറ്റാക്കുവാണ് ഗൈസ്. അങ്ങനെ ടോട്ടൽ ഞാനിപ്പം 30 കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇപ്പം 40ാമത്തെ 10 കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും കണ്ടിന്യൂസ്ലി ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാതെ സെറ്റായിട്ട് പോകാൻ പറ്റും. പക്ഷെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും ഇത് ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് സ്റ്റോപ്പ് ആക്കിയാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ സ്റ്റോപ്പ് ആക്കുവാണെങ്കിലും നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇടവിട്ട് എടുക്കുന്ന പുഷപ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെങ്കിൽ ഞാനിപ്പോൾ ഒരു 2-3 മാസമായി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്. ഞാൻ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഞാനൊരു ഗോൾഡ് ഫാക്ടറിയിൽ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് സെറ്റ് 12 കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 12 കൂടി എടുത്തിട്ടുണ്ട്. ആ 12 ഞാൻ ഒരു 52 പുഷപ്സ് ഇന്നത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ഒരു 52 പുഷപ്പ് ഞാൻ ടോട്ടൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല പെയിൻ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവനെ നീ മറ്റേ നിക്കർ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് വെച്ചത് കുറച്ച് താന്നുപോയി. ഫോണ് ഞാൻ വെച്ചത് കുറച്ച് താന്നുപോയി. അത് കാരണമാണ് എൻ്റെ ബോഡി കിട്ടാതെ ഹാഫ് താഴത്തോട്ട് ഹാഫ് കിട്ടിയത്. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ മസിൽ ഫുൾ ഇളക്കി വിട്ട് കൊടുക്കാം. എനിക്ക് നല്ല പെയിൻ ഉണ്ട്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ആ കൈ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ രാവിലത്തെ ഒരു 52 ഞാൻ ഇതാക്കിയിട്ടുണ്ട്, സെറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇന്ന് നല്ല പെയിൻ ഉള്ള കാരണം 2 ഇന്റർവെൽ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മമ്മി ചോദിച്ചു നിനക്ക് എന്നട കഴിക്കാൻ വേണ്ടത്. ഞാൻ പറഞ്ഞു മമ്മി പാലുണ്ടോ? എന്നാൽ പാല് ഒരു ഗ്ലാസ്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു വേറെ എന്തെങ്കിലും നിനക്ക് വേണമെന്ന്. മമ്മി നേന്ത്രപ്പഴം ഉണ്ടോ? ഉണ്ടെന്ന് മമ്മിയും പറഞ്ഞു. എന്നാൽ പറഞ്ഞു അതും കൂടി ഇങ്ങനെ വന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാല് കുടിച്ചോണ്ടിരിക്കുമ്പോൾ മമ്മി എനിക്ക് ഏത്തപ്പഴം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓട്ടത്തിലോട്ടാണ്. മമ്മി എനിക്ക് അധികം വൈകാതെ തന്നെ ഏത്തപ്പഴം എടുത്തുകൊണ്ട് തന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ പാല് കുടിച്ച് തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ്. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്യുന്നു, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലോട്ട് പോയാലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വേസ്റ്റാണ്. ഓക്കെ, നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് പോവുക തന്നെയാണ്.
ഏതായാലും ഞാനൊരു ഏത്തപ്പഴമൊക്കെ കഴിച്ചു. ഞാൻ രാവിലെ ചെന്നിട്ട് നോക്കിയത് മുട്ടയുണ്ടോന്നാ, മുട്ടയില്ലായിരുന്നു. ഏതായാലും മുട്ട നമുക്ക് നാളെ സെറ്റാക്കാം. ഏതായാലും നമുക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ഒരു രാവിലെ ഒരു ഗ്ലാസ് പാലും ഒരു പഴവും 2 ബന്നും. ആഹാ, എന്താ സൂപ്പർ. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു ഗൈസ്. അതെല്ലാം ഞാൻ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ മമ്മി എനിക്ക് 2 ബന്നും കൂടി കൊണ്ടു തരുന്നത്. എന്തായാലും പഴം കഴിച്ച് തീർത്തിട്ട് ഞാനൊരു നടത്തത്തിലേക്കാണ്. വേറെ ഒന്നല്ല ഗൈസ്, ഒന്ന് സിറ്റി വരെ പോകുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പാർട്ട് ടൈം ജോബ് പോലെ ബസ് കഴുകിടാറുണ്ട്. അപ്പോൾ രാത്രി ഒരു 7:45 വരുന്ന ബസ്സാണ് ഞാൻ കഴുകിയിടുന്നത്. ആ ബസ് കഴുകിയിട്ട് അതിന്റെ പൈസ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ്. 2 ദിവസത്തെ പൈസ ഉണ്ട്. ഞാൻ ഐഫോൺ കിട്ടിയതുകൊണ്ട് തന്നെ അതിനകത്ത് ആപ്പിൾ ID ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടി എൻ്റെ ആദ്യത്തെ നമ്പറിൽ നടക്കുന്നില്ലായിരുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ നടക്കുന്നില്ലായിരുന്നു. അത് കാരണം പുതിയൊരു സിം എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പൈസ ഇല്ല. അപ്പം ഞാൻ ഏതായാലും ബസ് കഴുകിയിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയിൽ വെച്ച് നടന്നു സിറ്റി എത്തിയപ്പം ഞാൻ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ഒരു കടയാണ്. ആ കടയിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും മുട്ട വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ തൽക്കാലമില്ല. ഇതാണ് ഞാൻ കഴുകിയിട്ട ബസ് ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ബസ്സിൽ കയറി പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ഫോണോടെ ചെന്നപ്പോൾ തുറന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള കൂൾ ബാറിൽ ചേട്ടൻ ഉണ്ടാക്കുന്ന സംഭവമൊക്കെ നോക്കുക. ഏതായാലും ദിവസം കഴിക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഏതായാലും എൻ്റെ പരിചയത്തിലുള്ളൊരു ചേട്ടൻ്റെ കൂടെ ചുമ്മാ ഇതിൽ ട്രാവൽ ചെയ്തു. ഏതായാലും വൈകുന്നേരം ഞാൻ നല്ല എൻ്റെ ബൂട്ടും പണ്ടക്കെട്ടും ഒക്കെ എടുത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഗൈസ്. ഈ പോക്കിനിടയിൽ നമുക്ക് അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഇതാണ് അത്യാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്കുള്ള റോഡാണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ടിലേക്കുള്ള മെയിൻ റോഡ്. പോകുന്ന വഴിക്ക് നമുക്ക് പ്രകൃതി രമണീയമായ കുറച്ച് കാഴ്ചകൾ കാണാം. അവസാനം ഞാൻ എന്തായാലും ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പിള്ളേർ ചക്കടം പക്കടം കളി തന്നെ. നമ്മൾ വലിയ പിള്ളേരെക്കാളും വലിയ കളിയാണ് ചെറിയ പിള്ളേർ. കണ്ടില്ല ഗൈസ്, ഇപ്പൊ ഒരു മെസ്സിനെ കാണാം. മെസ്സി പോകുന്ന പോക്കുണ്ടോളൂ. അതാണ് അങ്കർ മെസ്സി ബോള് പോയിട്ടുണ്ട്. ഏതായാലും പിള്ളേർ മുട്ടം കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നല്ല അടിപൊളി ഒരു അടാറ് മഴ പെയ്തു. മഴയൊന്നും പിള്ളേർക്ക് സീനല്ല. മഴയത്താണെങ്കിലും പിള്ളേർ കളിച്ചോളൂ. അത് 4,000 5,000 പിള്ളേർക്ക് ഫുൾ എനർജിയാണ്. നല്ല മഴയായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ കുറച്ച് പരിപാടി നടന്നിട്ടില്ല ഗൈസ്. നമ്മൾ പിള്ളേർ വലിയവർ കളിക്കണമെന്ന് വിചാരിച്ചാണ്, കളിക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും എനിക്ക് ബാക്കിയുള്ള 50 പുഷപ്പും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബൂട്ടും അതുപോലെ തന്നെ സോക്സൊക്കെ ഇടുകയാണ് ഗൈസ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, അത് സോക്സിൻ്റെ കളറല്ല, അത് കഴുകാത്തതുകൊണ്ടാണ് അങ്ങനെ ആയതാ. ഏതായാലും കുറച്ച് കഴിഞ്ഞാണ് സോക്സൊക്കെ കഴുകിയിട്ട് ഒരു ബൂട്ടിടുന്നതിൻ്റെ കഷ്ടപ്പാട് നിങ്ങളിപ്പം കാണും ഗൈസ്. ബൂട്ടിടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. കാരണം ബൂട്ടിൽ സോക്സ് കയറ്റണം, സോക്സ് കയറ്റി ബൂട്ടിടണം, ബൂട്ട് ടൈറ്റ് ആക്കണം, ടൈറ്റ് ആക്കിയതിനു ശേഷം ബൂട്ട് അഴിഞ്ഞു പോകാതെ കെട്ടണം. ഏതായാലും ഞാനൊരു 2 റൗണ്ട് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2 റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ട് അടുത്ത പുഷപ്പ് ഉള്ള പരിപാടി തുടങ്ങി ഗൈസ്. ഇപ്പൊ ആദ്യം നമ്മുടെ കൂട്ടുകാരാണ് വീഡിയോ എടുത്ത് തന്നെങ്കിലും അവർക്ക് ഇങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിർത്തുന്ന പരിപാടി ഇഷ്ടമല്ല. അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഇഷ്ടമല്ല. അത് കാരണം അവര് കട്ടാക്കി, അതായത് സ്റ്റോപ്പ് ചെയ്ത് എടുത്തു തരുവാണ് ഗൈസ് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം ഇവര് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ 8 എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെന്തോ ഞാൻ കൗണ്ടിങ് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോ വീഡിയോ നോക്കിയിട്ട് വേണം എനിക്ക് കൗണ്ടിങ് ശരിയാക്കാൻ. അങ്ങനെ കുറെ നേരം ഇങ്ങനെ പുഷപ്പ് നീണ്ടെടുത്തു. എത്ര എണ്ണം കൺസിസ്റ്റൻസിയിലായി എത്ര എണ്ണം എടുത്തു എന്ന് പറഞ്ഞുള്ളൂ. അവസാനം വീഡിയോ നോക്കിയപ്പോഴാണ് മനസ്സിലായി 65 പുഷപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഞാൻ ഏതായാലും ഓരോന്നിനും സ്റ്റോപ്പ് ചെയ്യുമ്പം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇപ്പം ഞാനൊന്ന് എണീറ്റിട്ട് അവരെന്താ പറയുന്നതായിട്ട് ഞാനൊന്ന് എണീറ്റതാ. എന്നിട്ട് പിന്നെയും ഞാൻ പുഷപ്പ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു എൻ്റെ ലാസ്റ്റ് സെറ്റ് പുഷപ്പ്. ലാസ്റ്റ് സെറ്റ് പുഷപ്പിൽ ഞാൻ ഒരു 18 എണ്ണം അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് 68 എണ്ണം. എന്തായാലും കൊള്ളാമല്ലേ ഗൈസ്. ആഷിഡ് ഫിറ്റിൻ്റെ പുതിയ മനോഹരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ടാറ്റ, ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.